ഹായ് ഹലോ. കമ്പനി ബോർഡ് LGSനും അതുപോലെ തന്നെ ബിവറേജസ് കോർപ്പറേഷനിലെ LDCക്കൊക്കെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് മെസ്സേജ് ഒക്കെ വന്നത് നിങ്ങൾ അറിഞ്ഞു കാണും. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ 1ാം ഘട്ട എക്സാമിനേഷൻ മെയ് 2 നടക്കുകയാണ്. അപ്പോൾ അതിനെല്ലാം പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് നമുക്കറിയാം ആനുകാലിക വിവരങ്ങൾ. ഏപ്രിൽ വരെയുള്ള ആനുകാലിക വിവരങ്ങൾ നമ്മൾ പഠിച്ചിട്ട് പോകണം. അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടും. എല്ലാവരും നന്നായിട്ട് ശ്രമിക്കുക. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ അല്ലേ? എല്ലാവരും തയ്യാറാണെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഏപ്രിൽ 2026 കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ഇന്നലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ദയവായി കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ മെസ്സേജും ലൈക്കുമൊക്കെയാണ് പുതിയ ക്ലാസ് ഒക്കെ ചെയ്യാനായിട്ട് പ്രചോദനമായി തീരുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. അനധികൃത നിക്ഷേപങ്ങളെ കുറിച്ച് പരാതിപ്പെടാനും വിവരങ്ങൾ അറിയിക്കാനുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ പോർട്ടലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, സചേത് ആണ്, ഓർത്തിരിക്കണം. അപ്പോൾ ഈ സചേത് എന്ന് പറയുന്ന ഒരു പോർട്ടലാണ് അനധികൃത നിക്ഷേപങ്ങളെ കുറിച്ച് പരാതിപ്പെടാനും വിവരങ്ങൾ അറിയാനുമായിട്ട് RBI തയ്യാറാക്കിയ പോർട്ടലാണ് സചേത് എന്ന് പറയുന്നത്. അടുത്തത്, മണ്ഡലം പുനർനിർണയത്തിലൂടെ രാജ്യത്തെ ലോക്സഭാ സീറ്റുകൾ 850 വർദ്ധിപ്പിക്കാനായിട്ടുള്ള ബില്ലൊക്കെ പാർലമെന്റിൽ അവതരിപ്പിക്കാനായിട്ടൊക്കെ ഇരുന്നതാണ് അല്ലേ. സംസ്ഥാനങ്ങൾക്ക് 815 എന്നുള്ള നിലയിലും കേന്ദ്രഭരണ പ്രദേശങ്ങൾ 35 മണ്ഡലങ്ങളായി മാറും. അതുപോലെ ആകെ 850 ലോക്സഭാ സീറ്റൊക്കെ ആയിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് ഇരുന്നതാണ്. പക്ഷേ പാർലമെന്റിൽ ആ ബില്ല് അവതരിപ്പിക്കാനൊന്നും പറ്റിയില്ല. ഓക്കെ, അത് നിങ്ങൾ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയതാണ്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ദിവ്യാംഗ ശക്തി. എക്സാമിന് ചോദിക്കും ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ. ദിവ്യാംഗ ശക്തി എന്ന് പറയുന്നതാണ് ആ പദ്ധതിയുടെ പേര്. അത് നടപ്പിലാക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആണെന്നും അറിയാമല്ലേ. തെലുങ്കുദേശം പാർട്ടിയുടെ TDPയുടെ ചന്ദ്രബാബു നായിഡു സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ദിവ്യാംഗ ശക്തി, എന്താണ് ആ പദ്ധതിയുടെ പേര്? ദിവ്യാംഗ ശക്തി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 2026 ഏപ്രിൽ 12 നമുക്കറിയാം അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ഗായികയാണ് ആശാ ഭോസ്ലെ അല്ലേ. ആശാലത ദിനനാഥ് മങ്കേഷ്കർ എന്ന ആശാ ഭോസ്ലെയാണ് 2026 ഏപ്രിൽ 12 അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ഗായിക. മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിലാണ് ആശാ ഭോസ്ലെ എന്ത് ചെയ്യുന്നത്? ജനിക്കുന്നത്. ആശാ ഭോസ്ലെ ജനിക്കുന്നത് മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിലാണ്. 20ലധികം ഭാഷകളിലായി 10,000-ലധികം ഗാനങ്ങളാണ് ആരാലപിച്ചിട്ടുള്ളത്? ആശാ ഭോസ്ലെ ആലപിച്ചിട്ടുള്ളത്. അപ്പോൾ മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ ജനിച്ച ആശാ ഭോസ്ലെ 2026 ഏപ്രിൽ 12 അന്തരിക്കുകയും ചെയ്തു. 8 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന സംഗീത ജീവിതമായിരുന്നു ആര്? ആശാ ഭോസ്ലെ നയിച്ചിരുന്നത്. 1933 സെപ്റ്റംബർ 8 മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിലാണ് ജനിച്ചത്. ലതാ മങ്കേഷ്കറുടെ ഇളയ സഹോദരിയാണ് ആര്? ആശാലത ദിനനാഥ് മങ്കേഷ്കർ. ആദ്യമായിട്ട് ഗാനം ആലപിക്കുന്നത് മാച്ചാബാൽ എന്ന മറാത്തി ചിത്രത്തിലാണ്. മാച്ചാബാൽ എന്ന മറാത്തി ചിത്രത്തിലാണ് ആശാ ഭോസ്ലെ ആദ്യമായിട്ട് ഗാനം ആലപിക്കുന്നത്. ചലാ ചലാ നൗബാല എന്ന ഗാനത്തിലൂടെയാണ് അരങ്ങേറ്റം. ഏത് ഗാനത്തിലൂടെയാണ്? ചലാ ചലാ നൗബാല എന്ന ഗാനത്തിലൂടെയാണ് അരങ്ങേറ്റം. അതുപോലെ തന്നെ ഒരു പോസ്റ്റ് നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു. ഗ്രാമിയിലേക്ക് നാമനിർദ്ദേശം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ ഗായിക ചോദിച്ചു കഴിഞ്ഞാലും ഗ്രാമി അവാർഡിന് നാമനിർദ്ദേശം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ ഗായിക ചോദിച്ചു കഴിഞ്ഞാലും ആരാടെ? ആശാ ഭോസ്ലെയാണ്. അപ്പോൾ ആശാ ഭോസ്ലെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ. അപ്പോൾ ആശാ ഭോസ്ലെ റീസെന്റ് ഏപ്രിൽ 12 ആശാ ഭോസ്ലെ അന്തരിച്ചു.
അപ്പോൾ ഗ്രാമി അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ലതാ മങ്കേഷ്കറുടെ സഹോദരിയായ ആശാ ഭോസ്ലെയാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ആശാ ഭോസ്ലെയുടെ പ്രശസ്തമായിട്ടുള്ള ഒന്ന് രണ്ടൊന്ന് ഗാനങ്ങളും കൂടി എന്ന് അറിഞ്ഞിരിക്കണം. ആയിയെ മെഹർബാൻ, തും മാരോ ധും, ചുരാലിയാ ഹേ തുമ്നെ, രംഗീലാരെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവയൊക്കെ വിഖ്യാതമായിട്ടുള്ള ആശാ ഭോസ്ലെ പാടിയ ഗാനങ്ങളാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2000 ആശാ ഭോസ്ലെക്ക് ലഭിച്ചിട്ടുണ്ട്. പത്മവിഭൂഷൺ 2008 അതുപോലെ തന്നെ 2 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ഫിലിം ഫെയർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. ആശാ ഭോസ്ലെ മലയാളത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സുജാത എന്ന് പറയുന്ന സിനിമ 1970 പുറത്തിറങ്ങിയ സുജാത എന്ന് പറയുന്ന സിനിമയിലെ സ്വയംവര ശുഭദിന മംഗളങ്ങൾ എന്ന ഒരേ ഒരു ഗാനമാണ് ആശാ ഭോസ്ലെ. എന്താണ് സ്വയംവര ശുഭദിന മംഗളങ്ങൾ എന്ന ഒരേ ഒരു ഗാനമാണ് ആശാ ഭോസ്ലെ മലയാളത്തിൽ സുജാത എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ആലപിച്ചത്. ഓക്കെ അല്ലേ? ഇന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണ്ടേ? അതിന് തൊട്ട് മുമ്പ് ഒന്ന് രണ്ടൂന്ന് വിവരങ്ങളോട് ആശാ ഭോസ്ലെയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഗ്രാമി അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരിയാണ് ആശാ ഭോസ്ലെ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത ഗായിക കൂടിയാണ് ആശാ ഭോസ്ലെ. ഓക്കെ അല്ലേ ആശാ ഭോസ്ലെയെ കുറിച്ച്? അടുത്ത ഒരു ക്വസ്റ്റ്യൻ, പാപ്പുവ ന്യൂഗിനിയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാപ്പുവ ന്യൂഗിനിയ അടുത്തിടെ പാപ്പുവ ന്യൂഗിനിയയില് നാശം വിതച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ്. പപ്പുവ ന്യൂഗിനിയയിൽ നാശം വിതച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈലയാണ് പാപ്പുവ ന്യൂഗിനിയയിൽ നാശം വിതച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ്. ഉഷ്യാന ഭൂഖണ്ഡത്തില് പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് രാഷ്ട്രമാണ് ഏത്? പപ്പുവ ന്യൂഗിനിയ ഉഷ്യാന ഭൂഖണ്ഡത്തില് പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് രാഷ്ട്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ദ്വീപായ ന്യൂഗിനിയയുടെ കിഴക്കൻ പകുതിയും സമീപത്തെ നിരവധി ചെറിയ ദ്വീപുകളും ചേർന്നിട്ടുള്ള രാജ്യമാണ് ഈ പപ്പുവ ന്യൂഗിനിയ എന്ന് പറയുന്നത്. അപ്പോൾ 2026 ഏപ്രിലുണ്ടായ തീവ്രമായ മൈല ചുഴലിക്കാറ്റിൽ രാജ്യത്ത് വൻ നാശനഷ്ടങ്ങളൊക്കെ വരുത്തി. കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും കാറ്റിലും ഒക്കെ പെട്ട് ഇതുവരെ 22-ലധികം ആൾക്കാരാണ് പപ്പുവ ന്യൂഗിനിയയിൽ മരണപ്പെട്ടത്. മിൽനെ ബേ, ബൊഗെയിൻവിൽ, ബൊഗെയിൻവിൽ തുടങ്ങിയ പ്രദേശങ്ങളെയാണ് എന്ത് ചെയ്തത്? പപ്പുവ ന്യൂഗിനിയയിൽ ഈ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് കൂടുതൽ നാശം വിതച്ചത്. അതുപോലെ പപ്പുവ ന്യൂഗിനിയുടെ തലസ്ഥാനം അറിഞ്ഞിരിക്കണം, പോർട്ട് മോസ്ബി ആണ്. എന്താണ്? പോർട്ട് മൊറെസ്ബി എന്നൊക്കെ പറയും. പോർട്ട് മൊറെസ്ബി ആണ് എന്ത് ചെയ്യുന്നത്? പപ്പുവ ന്യൂഗിനിയുടെ തലസ്ഥാനമായിട്ട് വരുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന, അതായത് 840-ലധികം ഭാഷകൾ സംസാരിക്കപ്പെടുന്ന രാജ്യമാണ് ഏത്? പാപ്പുവ ന്യൂഗിനിയ. ടോക്സിപിസിൻ, ഇംഗ്ലീഷ്, ഹരിമോട്ടോ എന്നിവയാണ് അവരുടെ ഔദ്യോഗിക ഭാഷകൾ. പപ്പുവ ന്യൂഗിനിയയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? ടോക്പിസിൻ, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഹരിമോട്ടോ. ഒരു പാർലമെന്ററി ജനാധിപത്യ രാജ്യം കൂടിയാണ് പപ്പുവ ന്യൂഗിനിയ. ബ്രിട്ടനിലെ ചാൾസ് 3 രാജാവാണ് ഈ പപ്പുവ ന്യൂഗിനിയയുടെ രാഷ്ട്രത്തലവൻ. നിലവിലെ പ്രധാനമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ ജെയിംസ് മറാപ്പയാണ് പപ്പുവ ന്യൂഗിനിയയുടെ പ്രധാനമന്ത്രി. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാജ്യമാണ് പാപ്പുവ ന്യൂഗിനിയ. 2025 മാർച്ചിൽ ഭരണഘടനാ ഭേദഗതി ചെയ്ത് ക്രിസ്തുമതത്തെ പാപ്പുവ ന്യൂഗിനിയയുടെ ഔദ്യോഗിക മതമായിട്ടൊക്കെ അംഗീകരിച്ചു. ഓർത്തിരിക്കണം ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ മൈല ചുഴലിക്കാറ്റ്, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് പാപ്പുവ ന്യൂഗിനിയയിലാണ് നാശം വിതച്ചത്. അടുത്തത് 2028 COP33. ഓർത്തിരിക്കണം, COP33 ഐക്യരാഷ്ട്രസഭയുടെ രാജ്യാന്തര കാലാവസ്ഥ ഉച്ചകോടി 33ാമതാണ്. COP33 ആതിഥേയത്വം വഹിക്കാനായിട്ടിരുന്നത് ഇന്ത്യയാണ്. ആ ഇന്ത്യ എന്ത് ചെയ്തു? പിന്മാറി. ഓർത്തിരിക്കണം, 2028 COP33 ഐക്യരാഷ്ട്രസഭയുടെ രാജ്യാന്തര കാലാവസ്ഥ ഉച്ചകോടിയാണ്.
അതിൽ നിന്നും ഇന്ത്യ എന്ത് ചെയ്തു? പിന്മാറി. അടുത്തത്, പരമ്പരാഗത പഠന രീതിയും QR കോഡ് അധിഷ്ഠിതമായ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും സമന്വയിപ്പിക്കുന്ന ആദ്യത്തെ മലയാള പാഠപുസ്തകമാണ് അക്ഷരം എന്ന് പറയുന്നത്. അക്ഷരം എന്ന് പറയുന്ന പാഠപുസ്തകം പരമ്പരാഗത പഠന രീതിയെയും QR കോഡ് അധിഷ്ഠിതമായ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും സമന്വയിപ്പിക്കുന്ന ആദ്യത്തെ മലയാള പാഠപുസ്തകമാണ്. മലയാള പള്ളിക്കൂടമാണ് ഈ അക്ഷരം എന്ന് പറയുന്ന പുസ്തകം വികസിപ്പിച്ചത്. 2026 ഏപ്രിൽ രാജ്യസഭാ സീറ്റിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത വ്യക്തിയാണ് ഹരിവംശ് നാരായൺ സിംഗ്, അല്ലെ? ഹരിവംശ് നാരായൺ സിംഗ്. നിങ്ങൾ ദൃശ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ വാർത്താ പ്രാധാന്യമുള്ളതായിരുന്നു, അത് കേട്ട് കാണും. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയുടെ അധ്യക്ഷനായിരുന്നു ആര്? ഡെപ്യൂട്ടി ചെയർമാനാണ് ആര്? ഹരിവംശ് നാരായൺ സിംഗ്. അദ്ദേഹം 3ാം തവണയാണ് ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. രാജ്യസഭാ ഉപാധ്യക്ഷനായി 2018 മുതൽ തുടരുകയാണ്. 2026 ഏപ്രിൽ 17 എതിരില്ലാതെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? 3ാം തവണയും ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭാ ഉപാധ്യക്ഷനായിട്ട് ഹരിവംശ് നാരായൺ സിംഗ്. 2004 നജ്മ ഹെപ്തുല്ലയ്ക്ക് ശേഷം അന്നത്തെ രാജ്യസഭാ ഉപാധ്യക്ഷയായിരുന്ന നജ്മ ഹെപ്തുല്ലയ്ക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാനാണ് ഹരിവംശ് നാരായൺ സിംഗ്. പത്രപ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്താണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഹരിവംശ് നാരായൺ സിംഗിനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് നോമിനേറ്റഡ് മെമ്പറായിട്ട്. രാജ്യസഭയിൽ ഉപാധ്യക്ഷ പദവിയിലെത്തുന്ന ആദ്യത്തെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമെന്ന ബഹുമതി. എക്സാമിന് ചോദിക്കാം. രാജ്യസഭയിൽ ഉപാധ്യക്ഷ പദവിയിൽ എത്തുന്ന ആദ്യത്തെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമെന്ന ബഹുമതിയും ആർക്കുള്ള സ്വന്തമാണ്? ഹരിവംശ് നാരായൺ സിംഗിന് സ്വന്തമാണ്. ഓക്കെ അല്ലേ? പത്രപ്രവർത്തകനായിരുന്നു എന്ന് പറഞ്ഞു, അല്ലെ? അതിന് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിനൊക്കെ തൊട്ട് മുമ്പ് പ്രഭാത് ഖബർ എന്ന് പറയുന്ന ഒരു ഹിന്ദി ദിനപത്രമുണ്ട്. ഈ ഹിന്ദി ദിനപത്രത്തിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ യോഗ്യത നേടുന്ന 2ാമത്തെ ഇന്ത്യൻ വനിതാ താരം ആർ വൈശാലിയാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് യോഗ്യത നേടുന്ന 2ാമത്തെ ഇന്ത്യൻ വനിതാ താരം. അപ്പോൾ 1ാമത്തെ താരമായി കനൈരു ഹംപി ആയിരുന്നു 1ാമത്തെ വനിതാ താരം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് യോഗ്യത നേടുന്ന, അതായത് ഫിഡെയുടെ ഇന്ത്യൻ വനിതാ താരമാണ് ആർ വൈശാലി. ആദ്യ വനിതാ താരം കനൈരു ഹംപി. അതായത് ഇന്ത്യൻ ചെസ് ചരിത്രത്തിൽ സുവർണ ലിപികളാൽ പേരെഴുതിയ ഗ്രാൻഡ് മാസ്റ്റർ ആയി തീർന്ന വ്യക്തിയാണിപ്പോൾ ആർ വൈശാലി. 2026 ഏപ്രിൽ നടന്ന ഫിഡെ വുമൻസ് കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ എന്ത് ചെയ്തു? കിരീടം ചൂടി ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ്. ലോക ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് യോഗ്യത നേടുന്ന 2ാമത്തെ ഇന്ത്യൻ വനിതാ താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടുന്ന ആദ്യ വുമൻസ് കാൻഡിഡേറ്റ് ടൂർണമെന്റിൽ കിരീടം ചൂടി ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ വനിതയായിട്ട് ആര് മാറി? ആർ വൈശാലി. അതായത് സൈപ്രസിൽ നടന്ന 2026 വിമൻസ് കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ 14ൽ 8.5 പോയിന്റ് നേടിയിട്ടാണ് വൈശാലി ചാമ്പ്യനായത്. ഓർത്തിരിക്കണം, അവസാന റൗണ്ടിൽ റഷ്യയുടെ കാറ്ററീന ലാക്നോയെയാണ് ആർ വൈശാലി പരാജയപ്പെടുത്തിയ ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കുന്നത്. ലോക ചാമ്പ്യൻഷിപ്പ് പോരാട്ടം ഈ വിജയത്തോടെ എന്ത് ചെയ്യാം? നിലവിലെ വനിതാ ലോക ചാമ്പ്യനായിട്ടുള്ള ആരാണെന്നറിയാമോ? ചൈനയുടെ ജൂ വെൻജുൻ. ആരാണ്? ജൂ വെൻജുൻ. ഈ ജൂ വെൻജുനുമായിട്ട് ഏറ്റുമുട്ടാനായിട്ട് ആർ വൈശാലി യോഗ്യതയൊക്കെ നേടി. 2026 തന്നെ ഈ പോരാട്ടവും നടക്കും. ഓക്കെ അല്ലേടെ? ഈ ആർ വൈശാലിക്ക് മറ്റൊരു പ്രത്യേകതയും കൊണ്ട്.
വൈശാലിയുടെ സഹോദരനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആർ പ്രജ്ഞാനന്ദ അല്ലേ? ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ലോകത്തിലെ ആദ്യത്തെ സഹോദര ജോഡികളാണ് ആർ വൈശാലിയും ആർ പ്രജ്ഞാനന്ദയും. ഓർത്തിരിക്കുമല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയെ ആസ്പദമാക്കി അടുത്തിടെ കേരള കലാമണ്ഡലത്തിൽ അരങ്ങേറിയ പുതിയ കഥകളിയാണ് മാതങ്കി ചരിതം. ഈ മാതങ്കി ചരിതം എന്ന് പറയുന്നത് തൃശ്ശൂരിലെ കേരള കലാമണ്ഡലത്തില് അരങ്ങേറിയ കഥകളിയാണ് കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്ന കൃതിയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഓക്കെ അല്ലേ? അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സംവിധാനത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ഡ്രോൺ സംവിധാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എങ്ങനെയുള്ള ആദ്യത്തെ ഡ്രോൺ സംവിധാനമാണ്? ഹെലികോപ്റ്ററിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സംവിധാനമാണ് ഇത്, വായുബാൻ. ഓക്കെ അല്ലേ? വായുബാൻ. പ്രശസ്ത ഗായകൻ KJ യേശുദാസിന്റെ ജന്മഗൃഹം ഏറ്റെടുത്ത് സംഗീത മ്യൂസിയം ആക്കാൻ തീരുമാനിച്ച നഗരസഭ കൊച്ചി നഗരസഭയാണ്. അടുത്തത് 2026 ഏപ്രിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്ന രാജ്യമാണ് ന്യൂസിലൻഡ്. ന്യൂസിലൻഡാണ് 2026 ഇന്ത്യയുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കാൻ പോകുന്ന രാജ്യം. ആരാടെ നിലവിലത്തെ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി? ക്രിസ്റ്റഫർ ലക്സൺ ആണ് ന്യൂസിലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ. സെൻട്രൽ റൈറ്റ് നാഷണൽ പാർട്ടിയുടെ നേതാവായിട്ട് 2023 നവംബർ 27 ലക്സൺ എന്ത് ചെയ്തത്? ക്രിസ്റ്റഫർ ലക്സൺ അധികാരം ഏറ്റത്. അടുത്തത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, അതായത് BPCL. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM സ്ഥാപിച്ച നഗരം BPCL. എക്സാമിന് ചോദിക്കും, BPCL ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് അറിയാമല്ലോ, LPG ATM സ്ഥാപിച്ച നഗരം ഹരിയാനയിലെ ഗുരുഗ്രാമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. അടുത്തത് 2026 ഏപ്രിൽ മെറ്റ അറിയാലോ, മെറ്റ കമ്പനി പുറത്തിറക്കിയ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലാണ് മ്യൂസ് പാർക്ക് എന്നുള്ളത്. മ്യൂസ് പാർക്ക് ആണ് 2026 ഏപ്രിൽ മെറ്റ കമ്പനി പുറത്തിറക്കിയ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI മോഡലാണ് മ്യൂസ് പാർക്ക്. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മലയാളി നമ്മുടെ പ്രിയപ്പെട്ട ക്രിക്കറ്ററുമായ സഞ്ജു സാംസൺ ആണ്, അത് നിങ്ങൾക്കറിയാം. അടുത്തത് ആരോഗ്യവൻ എന്ന് പറയുന്നത്, അതായത് ആരോഗ്യവനം എന്ന് പറയുന്ന ഒരു പദ്ധതിയെ കുറിച്ചാണ്. ദേശീയപാതയോരങ്ങളിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ഇന്ത്യയുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഉണ്ടല്ലോ, ദേശീയപാത അതോറിറ്റി ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ആരോഗ്യവനം അല്ലെങ്കിൽ ആരോഗ്യവാൻ എന്നുള്ളത്. ദേശീയപാതയോരങ്ങളിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലെ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ഇന്ത്യയുടെ ദേശീയപാത അതോറിറ്റി ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ആരോഗ്യവനം അല്ലെങ്കിൽ ആരോഗ്യവാൻ എന്നുള്ളത്. 2026 സ്വാമി വിവേകാനന്ദന്റെ ഏപ്രിൽ എന്ത് ചെയ്തു? പൂർണ്ണകായ പ്രതിമ അനാവരണം ചെയ്തൊരു രാജ്യത്ത്, അമേരിക്കയിലാണ് 2026 ഏപ്രിലില് സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ അനാവരണം ചെയ്തത് അമേരിക്കയിലാണ്. നമുക്കറിയാം, ചിക്കാഗോയിലെ സർവമത സമ്മേളനമൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? സ്വാമി വിവേകാനന്ദന്റെ വിഖ്യാതമായ പ്രസംഗം അല്ലെ, 1893 സെപ്റ്റംബർ 11 മുതൽ 27 വരെ അമേരിക്കയിലെ ചിക്കാഗോയിലുള്ള ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചിക്കാഗോയിൽ വെച്ചിട്ടാണ്. അമേരിക്കയിലെ എൻ്റെ സഹോദരന്മാരെ, സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വിവേകാനന്ദൻ പ്രസംഗമൊക്കെ ആരംഭിച്ചതെന്നറിയാം. നിങ്ങൾക്ക് അറിയാം. ആ സമ്മേളനത്തിന്റെ പ്രാധാന്യം തന്നെ ഹിന്ദുമതത്തിന്റെ ആഗോള ശ്രദ്ധയെക്കുറിച്ചും മതസൗഹാർദ്ദത്തെക്കുറിച്ചും ഒക്കെ വിളിച്ചറിയിച്ച ലോക മത പാർലമെന്റ് ആയിരുന്നു അമേരിക്കയിലെ ചിക്കാഗോയിൽ വെച്ചത്. അപ്പോൾ 2026 ഏപ്രിൽ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ അനാവരണം ചെയ്ത രാജ്യം ഏതാണ്? അമേരിക്കയാണ്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, അടുത്തിടെ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയാണ്, നിങ്ങൾ കേട്ടുകയാണ്, മൊഹ്സീന കിദ്വായെ കുറിച്ച് കേട്ടിരുന്നോ? മൊഹ്സീന കിദ്വായെ കുറിച്ച് നിങ്ങൾ കേട്ടിരുന്നോ? മൊഹ്സീന കിദ്വായ് ഉത്തർപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായി ലോക്സഭാ അംഗമായി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് മൊഹ്സീന കിദ്വായ്. രാജീവ് ഗാന്ധി മന്ത്രിസഭയിലൊക്കെ ക്യാബിനറ്റ് മന്ത്രിയൊക്കെ ആയിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തയായിരുന്ന വ്യക്തി കൂടിയായിരുന്നു മൊഹ്സീന കിദ്വായ്. 1978 അസം ഗേറ്റ് ഉപതിരഞ്ഞെടുപ്പിലൂടെ വിജയത്തിലൂടെയാണ് അവരുടെ കോൺഗ്രസിന്റെ തിരിച്ചുവരവിനൊക്കെ വഴിതെളിച്ച വ്യക്തി കൂടിയാണ് ആര്? മൊഹ്സീന കിദ്വായ്.
ഈ മൊഹ്സിന കിദ്വായുടെ ഒരു ആത്മകഥയുണ്ട്, അറിഞ്ഞിരിക്കണം, ഒരു പക്ഷെ ചോദിക്കാം. മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. എന്താണ് മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആത്മകഥ ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കാൻ കാരണം മൊഹ്സിന കിദ്വായി മരണപ്പെട്ടത് കൊണ്ട് മൊഹ്സിന കിദ്വായുടെയാണ്. ഓർത്തിരിക്കണം, മൊഹ്സിന കിദ്വായുടെയാണ് മൈ ലൈഫ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ കയറ്റുമതി കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ കയറ്റുമതി കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖം. നമുക്കറിയാം, ബീഹാറിന്റെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് സാമ്രാട്ട് ചൗധരിയാണ്. 2026 ഏപ്രിലാണ് ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് BJP നേതാവായ NDA ഗവൺമെന്റാണ് അവിടെ ഭരിക്കുന്നത്. നിതീഷ് കുമാർ രാജിവെച്ച് രാജ്യസഭാ മെമ്പറായിട്ട് പോയത് കൊണ്ട് 2026 ഏപ്രിൽ ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രിയായി JDUവിന്റെ നിതീഷ് കുമാർ രാജിവെച്ചപ്പോൾ നിയമിതനായ വ്യക്തിയാണ് ആര്? BJPയുടെ സാമ്രാട്ട് ചൗധരി. ബീഹാറിന്റെ ആദ്യത്തെ BJP മുഖ്യമന്ത്രിയും കൂടിയാണ് ആര്? സാമ്രാട്ട് ചൗധരി. അപ്പോൾ കൂട്ടുകാരെ, ഏപ്രിൽ 2026 ആനുകാലിക വിവരങ്ങളുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സാണ് തുടർച്ചയായിട്ടുള്ള. ഇനിയും 2 ക്ലാസ്സും കൂടി ഉണ്ടാവും, 2-3 ക്ലാസ് ഉണ്ടാവും നിങ്ങൾക്ക്. ഇനി വരുന്നുള്ള എല്ലാ തരത്തിലുള്ള എക്സാമിനേഷനും പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് നിങ്ങൾ കണ്ട് കേട്ട് നന്നായിട്ട് മനസ്സിലാക്കുക. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ബൈ. ടേക്ക് കെയർ.